ഉദ്ധരിക്കുന്നതും സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മാസത്തിൽ ജനിച്ചു എന്നുള്ളതാണ്. എന്തുകൊണ്ട് റമദാൻ മാസത്തിൽ നബി തങ്ങൾ ജനിച്ചില്ല, അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രത്യേകമായ ഖുർആനിലടക്കം പേര് പറയപ്പെട്ട മാസങ്ങളിൽ ജനിച്ചില്ല എന്ന് ഇമാമിയങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. എന്തുകൊണ്ടാണ് അതിനുള്ള കാരണം? പ്രത്യേകമായ റബീഉൽ അവ്വൽ എന്നത് ഖുർആനിൽ ഇല്ലാത്തൊരു മാസമാണ്, പേര് പറയാത്ത മാസം. അങ്ങനെ അത്രയും കാലം പ്രതിഫലങ്ങളോ അല്ലെങ്കിൽ ശ്രേഷ്ഠതകളോ ഇല്ലാത്ത ഒരു മാസത്തെ എന്തുകൊണ്ട് നബി തങ്ങൾ ജനിച്ചു? എന്തുകൊണ്ട് റമദാൻ മാസത്തിൽ ജനിച്ചില്ല? റജബ്, ശഅബാൻ പോലെയുള്ള നല്ല മാസങ്ങളിൽ എന്തുകൊണ്ട് ജനിച്ചില്ല? ഹജ്ജിന്റെ മാസങ്ങളിൽ എന്തുകൊണ്ട് ജനിച്ചില്ല എന്നതിന് ഇമാമിയങ്ങൾ പറയുന്ന മറുപടി, റമദാൻ മാസത്തിലെങ്ങാനും നബി തങ്ങൾ ജനിച്ചിരുന്നെങ്കിൽ റമദാൻ മാസത്തിൽ ജനിച്ച ആളാണ് നബി എന്ന നിലക്ക് ആ റമദാനിക്ക് പ്രതിഫലം, റമദാനിന്റെ ശ്രേഷ്ഠതയ്ക്ക് പുറമെ നബി തങ്ങൾക്ക് ഒരു ശ്രേഷ്ഠത കിട്ടുമായിരുന്നു. റമദാൻ കൊണ്ട് ജനിച്ച ആളാണ് നബി തങ്ങൾ. റമദാൻ കൊണ്ട് ജനിച്ച, റമദാനിൽ ജനിച്ച, റമദാൻ എന്ന് പറഞ്ഞാൽ വലിയൊരു മാസമാണ്. ആ മാസത്തിൽ, ബഹുമാനമുള്ള ആ മാസത്തിൽ നബി തങ്ങൾ ജനിച്ചു എന്നതിന്റെ ശ്രേഷ്ഠത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എടുത്തു പറയുമായിരുന്നു. അങ്ങനെയല്ല വേണ്ടത്. റബീഉൽ അവ്വൽ എന്ന് പറയുന്ന സാധാരണ ഒരു മാസത്തിനിക്ക് പ്രത്യേകത ഉണ്ടാകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച മാസമാണ് റബീഉൽ അവ്വൽ. റബീഉൽ അവ്വലിന് മുമ്പുണ്ടാവാത്ത ഒരു പ്രത്യേകത നബി തങ്ങൾ ജനിച്ചു എന്നതിന്റെ കാരണത്താൽ ഉണ്ടാവണം. അതുകൊണ്ടാണ് റബീഉൽ അവ്വൽ മാസത്തിൽ ജനിച്ചത് എന്ന് ഇമാമികൾ പറയുന്നതായി കാണാം. ഏതായാലും ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനവുമായി ബന്ധപ്പെട്ട വിശാലമായ ചർച്ചകൾ ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച, അതുമായി വിവാദ വിഷയങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച പറയും. ഇനി മഹാന്മാരെ ബഹുമാനിക്കല്, ആദരിക്കല്, അവരെ സ്നേഹിക്കല്, അവരുടെ മഹത്വം പറയല്, ഇതുമായി ബന്ധപ്പെട്ട വിഷയം ഇന്ന് കുറച്ച് സമയം പറഞ്ഞ് ഞാൻ നിർത്താം. എന്താണ് ഒരു മഹാന്, എന്തിനാണ് നമ്മൾ മഹാന്മാരെ ബഹുമാനിക്കുന്നത്, മഹാന്മാരെ ആദരിക്കുന്നത്, അവരുടെ മഹത്വങ്ങൾ പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളടക്കമുള്ള മഹാന്മാരെ അനുസ്മരിച്ചു കൊണ്ടിരിക്കുന്നത് എന്തിനാണ് എന്ന് ബഹുമാനപ്പെട്ട സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. എന്താണ് അതുകൊണ്ടുള്ള ഉപകാരം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, നമ്മൾ നബി തങ്ങളെ ബഹുമാനിക്കൽ, ആദരിക്കുക, അവിടുത്തെ മഹത്വം പറയുന്നത് കൊണ്ട് നബി തങ്ങൾക്ക് എന്തും കിട്ടാനില്ല, നേരെ മറിച്ച് കിട്ടുന്നത് മുഴുവനും നമുക്കാണ്. ഒരാൾ നബി തങ്ങളെ ബഹുമാനിച്ചു, ആദരിച്ചു, അവിടത്തോടുള്ള മഹത്വം, അവിടുത്തെ മഹത്വങ്ങൾ പറഞ്ഞു നടന്നു എന്നതിന്റെ കാരണത്താൽ അങ്ങനെ അമ്പിയാക്കളെ ഓർക്കുക, അവരുടെ മഹത്വം പറയുക എന്നുള്ളത് മിനൽ ഇബാദത്തി, ആരാധനകളിൽപ്പെട്ടതാണ്. സ്വാലിഹീങ്ങളാകുന്ന മഹാന്മാരാകുന്ന ഔലിയാക്കളോ, ആ ഔലിയാക്കളെ ബഹുമാനിക്കല്, ആദരിക്കല്, അവരുടെ മഹത്വങ്ങൾ പറയലോ, ഇതെല്ലാം ഒരു മനുഷ്യൻ ചെയ്ത തെറ്റുകുറ്റങ്ങൾ മാപ്പ് ചെയ്യാനുള്ള കാരണമാണ്, കഫാറത്താണ് എന്ന് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണോ. അപ്പോൾ നബി തങ്ങളെ ബഹുമാനിക്കൽ, അവിടുത്തെ മഹത്വം പറയുന്നത് പ്രത്യേകമായ ഒരു ആരാധനയാണ്. അതേപോലെ സ്വാലിഹീങ്ങളോ, അവരെ മുറുകല്, അവർക്കുള്ള കാര്യങ്ങൾ പറയലോ, അത് നമ്മൾ ചെയ്തു പോയ തെറ്റുകുറ്റങ്ങൾ മാപ്പ് ചെയ്യാനുള്ള കാരണമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബഹുമാനിക്കൽ, അവിടത്തോടുള്ള മഹത്വം പറയലോ. ഇന്ന് ലോകത്ത് ഇന്ന് വരെ നബി തങ്ങളെ ബഹുമാനിച്ചതുപോലെ, അല്ലാഹു ബഹുമാനിച്ചതുപോലെ, മലക്കുകളെ ബഹുമാനിച്ചതുപോലെ ലോകത്ത് ഒരു സൃഷ്ടിയെയും ബഹുമാനിക്കപ്പെട്ടിട്ടില്ല എന്ന് നമ്മൾ ഓരോരുത്തരും അറിയുന്ന കാര്യമാണ്. പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞു, ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. അല്ലാഹു തആല ചെയ്യുന്നതാണ് മുത്തുനബിയുടെ മഹത്വം പറയുക എന്നുള്ളത്. അതേപോലെ മലക്കുകൾ ചെയ്യുന്നതാണ് മുത്തുനബിയുടെ പേരിലുള്ള സ്വലാത്ത്. അതുകൊണ്ട് നിങ്ങളും മുത്തുനബിയുടെ പേരിൽ, പ്രവാചകന്റെ പേരിൽ, മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലണേ. അല്ലാഹു തആല സ്വലാത്ത് സാധാരണക്കാരാകുന്ന നമ്മൾ സ്വലാത്ത് ചൊല്ലൽ എന്ന് പറഞ്ഞാൽ അത് മുത്തുനബിക്കുള്ള പ്രാർത്ഥനയാണ്, ദുആയാണ്. മലക്കുകൾ സ്വലാത്ത് ചൊല്ലുന്നു എന്ന് പറഞ്ഞാൽ അതും പ്രാർത്ഥനയാണ്, ദുആയാണ്. എന്നാൽ അല്ലാഹു തആല സ്വലാത്ത് ചൊല്ലുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ ദുആ ചെയ്യുന്നത് അല്ലാഹുവോടാണല്ലോ, മലക്കുകൾ ദുആ ചെയ്യുന്നത് അല്ലാഹുവിനോടാണ്. എന്നാൽ അല്ലാഹു തആല
അടക്കം മലക്കുകളെ കുറിച്ച് അല്ലെങ്കിൽ അല്ലാഹു തആല അടക്കം അവിടെ നിന്ന് അല്ലാഹു തആല മുത്തനബിയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നു പറഞ്ഞാൽ അവിടുത്തെ മഹത്വം പറയുന്നു എന്നാണ് എന്ന് ബഹുമാനപ്പെട്ട സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം പഠിച്ച മഹാന്മാരാകുന്ന ഇമാമികൾ പറഞ്ഞു തരാണ്. അപ്പൊ മുത്തനബിയുടെ സ്നേഹിക്കുക, അവിടുത്തെ മഹത്വം പറയുക, അവിടുത്തെ മൗലിദ് ഓതുക എന്നുള്ളത് ഖുർആൻ പറഞ്ഞ കാര്യമാണ്, അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു തന്ന കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ മൗലിദ് കഴിക്കുക എന്നുള്ളത് ഖുർആൻ പറഞ്ഞ വിഷയമാണ്. അതേപോലെ തന്നെ നബി തങ്ങൾ തന്നെ കാണിച്ചു തന്ന വിഷയങ്ങളാണ്. റബീഉൽ അവ്വൽ മാസത്തിൽ റബീഉൽ അവ്വൽ 12-ന് ചെയ്യുന്ന മീലാദിന്റെ പരിപാടിയെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. അതുമായി ബന്ധപ്പെട്ട വിവാദ വിഷയങ്ങളൊക്കെ അങ്ങനെയൊക്കെ പ്രത്യേകതകളുണ്ടോ ഇല്ലേ എന്നുള്ള വിഷയങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച നമ്മൾ പറയും. അതേസമയത്ത് ഇന്ന് സാധാരണഗതിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹത്വം പറഞ്ഞാൽ അവിടുത്തെ മൗലിദ് ഓതിയാലുള്ള പ്രതിഫലങ്ങളാണ്. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച അന്ന് അവിടുത്തെ സന്തോഷിച്ചതിന്റെ കാരണത്താൽ അബൂ ലഹബ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ. അബൂ ലഹബിനെ കുറിച്ച് നമ്മൾ എല്ലാവരും കേട്ടവരാണ്. പരിശുദ്ധമായ ഖുർആനിൽ ശപിച്ചുകൊണ്ട് ഒരു വ്യക്തിയെ, ഒരു മനുഷ്യനെ ശാപ പ്രാർത്ഥനയായി ഖുർആനിൽ ഒരാളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അബൂ ലഹബിനെ കുറിച്ച് മാത്രമാണ്. തബ്ബത് യദാ അബീ ലഹബ്, അബൂ ലഹബിന്റെ ശരീരവും ശരീരമടങ്ങുന്ന കൈ, അല്ലെങ്കിൽ അവന്റെ ശരീരം മുഴുവനും നശിച്ചു പോവട്ടെ, അല്ലെങ്കിൽ നശിച്ചു പോവാനുള്ളതാണ് എന്ന് പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞതാണ്. എന്നാൽ ഒരു ദിവസം അബൂ ലഹബിനെ ഒരാൾ സ്വപ്നത്തിൽ കാണാം. സ്വപ്നത്തിൽ കാണുന്ന അബൂ ലഹബിനോട് കണ്ടവർ ചോദിക്കുന്നു, അല്ലാഹുവിന്റെ റസൂലിന്റെ കാലം കഴിഞ്ഞ് സ്വഹാബത്തിന്റെ കാലത്ത് അല്ലെങ്കിൽ അതിനോട് സമാനമാകുന്ന കാലത്തിലാണ് ഈ സംഭവം നടക്കുന്നത്. ഒരാൾ സ്വപ്നത്തിൽ കാണുന്നു അബൂ ലഹബിനെ മരിച്ചതിന് ശേഷം അദ്ദേഹത്തിനോട് ചോദിക്കുന്നു, എങ്ങനെയുണ്ട് നിന്റെ അവസ്ഥ? അദ്ദേഹം പറഞ്ഞു, ഞാൻ വല്ലാത്ത വേദനയിലാണ്, വല്ലാത്ത വേദനയിലാണ് എന്റെ വിഷയങ്ങൾ മുഴുവനും. കാരണം ഞാൻ ചെയ്ത തെറ്റുകൾ ഓർത്തുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ വന്ന് എന്നോട് ഇസ്ലാം മതം സ്വീകരിക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ അതൊന്നും സ്വീകരിച്ചില്ലല്ലോ, അതെല്ലാം സത്യമാണെന്ന് ഇപ്പൊ എനിക്ക് ബോധ്യപ്പെടുന്നു. ഞാൻ വല്ലാത്ത വിഷമത്തിലാണ്. നിങ്ങളെ വിട്ടു പിരിഞ്ഞതിന് ശേഷം എനിക്കൊരു സന്തോഷം പോലുമില്ല. എന്നാൽ ഒരൊറ്റൊരു സന്തോഷം എനിക്കുണ്ട്. എന്താണ് ആ സന്തോഷം എന്നറിയുമോ? എല്ലാ തിങ്കളാഴ്ച ദിവസവും എനിക്ക് നരകത്തിൽ നിന്ന് ഒരു വെള്ളം കുളിപ്പിക്കുന്നുണ്ട്. എല്ലാ തിങ്കളാഴ്ച ദിവസവും നരകത്തിൽ എനിക്കൊരു വെള്ളം കുളിപ്പിക്കുന്നുണ്ട്. ആ വെള്ളത്തിനിക്കുണ്ട്. എന്തുകൊണ്ടാണ് ആ വെള്ളം കുളിപ്പിക്കുന്നതെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂലാകുന്ന സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചു എന്നതിന്റെ കാരണത്താൽ അല്ലാഹുവിന്റെ റസൂലിന്റെ കുപ്പയാണ് ഇളയപ്പയാകുന്ന പിതൃവനാകുന്ന അബൂ ലഹബ്. അല്ലാഹുവിന്റെ റസൂൽ ജനിച്ചു എന്നതിന്റെ കാരണത്താൽ സുവൈബത്തുൽ അസ്ലമിയ എന്ന് പറയുന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അത് അബൂ ലഹബിന്റെ അടിമയാണ്. അല്ലാഹുവിന്റെ റസൂൽ അല്ലെങ്കിൽ എന്റെ അനുജനിക്ക് ഒരു ആൺകുട്ടി പിറന്നു എന്നതിന്റെ കാരണത്താൽ ഈ പെണ്ണിനെ എവിടെ നിന്ന് അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ചു ഈ അബൂ ലഹബ്. അല്ലാഹുവിന്റെ റസൂൽ ജനിച്ചു എന്നതിന്റെ കാരണത്താൽ അദ്ദേഹം സന്തോഷം കൊണ്ട് അവിടെ ഉണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ അടിമ സ്ത്രീയെ അവിടെ വെച്ച് ആ ഇത്തത്തിൽ നിന്ന്, ആ അടിമത്വത്തിൽ നിന്ന് മോചിപ്പിച്ച് സ്വതന്ത്രയാക്കി മാറ്റി. അക്കാരണത്താൽ എനിക്ക് എല്ലാ തിങ്കളാഴ്ചയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനത്തിൽ സന്തോഷിച്ചതിന്റെ കാരണത്താൽ എല്ലാ തിങ്കളാഴ്ചയും എനിക്ക് വെള്ളം നൽകുമെന്ന് അബൂ ലഹബ് പറയാം. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക, ആരാണ് അബൂ ലഹബ്? അബൂ ലഹബ് കാഫിറാണെന്ന കാര്യത്തിൽ സംശയമില്ലല്ലോ. ഞാൻ പറഞ്ഞു, ഖുർആനിൽ അദ്ദേഹത്തിനെ ശപിച്ചതുപോലെ വേറെ ഒരു മനുഷ്യനെ പോലും ഖുർആനിലൂടെ അല്ലാഹു തആല ശപിച്ചിട്ടില്ല. പേരെടുത്ത് പറഞ്ഞയാളാണ് അദ്ദേഹത്തിന് ശാപത്തിനിരയാണ് എന്ന്. അങ്ങനെയുള്ള മനുഷ്യൻ മുത്തനബി സന്തോഷിച്ചതിന്റെ കാരണത്താൽ നരകത്തിൽ അദ്ദേഹത്തിനിക്ക് ചെറിയ അദ്ദേഹത്തിനെ സന്തോഷിപ്പിക്കുന്ന അല്ലെങ്കിൽ സമാധാനം ഉണ്ടാകുന്ന ഒരു കാര്യം നരകത്തിൽ വെച്ച് ചെയ്യുമെങ്കിൽ മുഅ്മിനീങ്ങളാകുന്ന നമ്മൾ, മുത്തനബിയെ ഒരുപാട് സ്നേഹിക്കുന്ന നമ്മൾ, അല്ലെങ്കിൽ സ്നേഹിക്കണമെന്ന് ആഗ്രഹിക്കുന്ന നമ്മൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ റബീഉൽ അവ്വൽ മാസത്തിൽ മൗലിദ് കഴിച്ചാൽ അതിന്റെ പ്രതിഫലം എത്രയായിരിക്കുമെന്ന് നമ്മൾ ആലോചിക്കാൻ പോലും നമുക്ക് കഴിയാത്തതാണ്. മഹാന്മാരാകുന്ന ഇമാമികൾ പറയുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താം. ബഹുമാനപ്പെട്ട ഹസൻ ബസരി റളിയല്ലാഹു അൻഹു മഹാനവർകൾ പറയാണ്, ഉഹദ് മലയോളം എനിക്ക് സമ്പാദ്യങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ
ലഅൻഫഖ്തുഹു അലാ ഖിറാഅത്തി മൗലിദി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലുള്ള മൗലിദിന്റെ പേരിൽ ഞാൻ അതിനെ ചെലവഴിക്കുകയാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് എന്ന് ബഹുമാനപ്പെട്ട ഹസൻ ബസരി റളിയല്ലാഹു അൻഹു പറയാം. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക, നമ്മൾ എന്തിനൊക്കെ വേണ്ടിയാണ് മുഅ്മിനീങ്ങളെ പൈസ ചെലവാക്കുന്നത്? നമ്മുടെ വീട്ടിൽ നടക്കുന്ന ഈ കാലഘട്ടത്തിൽ, ഈ അടുത്ത് കുറച്ചു കാലങ്ങളായി നടക്കുന്ന കല്യാണങ്ങൾ ലക്ഷക്കണക്കിന് എന്നൊന്നല്ല, കോടിക്കണക്കിന് രൂപയാണ് ചെലവാക്കുന്നത്. കോടിക്കണക്കിന് രൂപ. അതിൽ പലതും ഹറാമാണ് നടന്നു പോകുന്നത് എന്ന് നമ്മൾ അറിഞ്ഞും അറിയാതെ നടിച്ചുകൊണ്ടാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. നമ്മളുടെ മകളുടെ പേരക്കുട്ടികളുടെ കല്യാണത്തിനിക്ക് അതിലും കൂടുതലും ഹറാമ നടന്നു പോകുന്ന ആ ഫംഗ്ഷനിൽ പോലും കോടിക്കണക്കിന് രൂപ ചെലവാക്കുന്നുണ്ടെങ്കിൽ നരകത്തിൽ നിന്ന് നമ്മളെ രക്ഷിക്കുന്ന സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി നമുക്ക് മുഴുവനും ധാർമ്മികമായ ബോധത്തിലൂടെ നമുക്ക് എന്നല്ല ലോകം മുഴുവനും ഒരു കുഞ്ഞു പിളർന്നാലത് പെണ്ണാണെങ്കിൽ മറ്റുള്ളവരുടെ മുഖത്ത് നോക്കാൻ പോലും വെറുത്തിരുന്ന കാലം ആ പെണ്ണിനെ നല്ല ഒരു ജീവിതം നൽകിയ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി, അടിമത്വത്തിൽ നിന്ന് പലരെയും മോചിപ്പിച്ച സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി, അങ്ങനെ ലോക മനുഷ്യർക്ക് മുഴുവനും സമാധാനം എന്താണെന്ന് പഠിപ്പിച്ചു തന്ന സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി, അവിടത്തോടുള്ള സന്തോഷത്തിന്റെ കാരണത്താൽ നമ്മുടെ നാട്ടിൽ, നമ്മുടെ വീട്ടിൽ നടക്കേണ്ട മൗലിദ് ഇതുപോലുള്ള ചെറിയ ചടങ്ങുകളായി മാറരുത്. വിശാലമായ നിലക്കായിരിക്കണം അത് നടത്തേണ്ടത്. ബഹുമാനപ്പെട്ട മഅറൂഫുൽ ഖർശി റളിയല്ലാഹു അൻഹു പറയാണ്, ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലിദ് കഴിക്കാൻ വേണ്ടി ഭക്ഷണങ്ങൾ ആ ദിവസത്തിൽ അല്ലെങ്കിൽ മൗലിദിന്റെ സദസ്സിൽ ഒരുമിച്ച് കൂടി ഭക്ഷണങ്ങൾ പാകം ചെയ്തു. വജമായ സുബാന നാട്ടുകാരെ ഒക്കെ വിളിച്ചു വരുത്തി, അവിടെ നല്ല വിളക്കുകളും ഒക്കെ കത്തിച്ചു വെച്ചു. നല്ല പുതിയ വസ്ത്രം ധരിച്ചു. നബി തങ്ങളോടുള്ള മൗലിദിന്റെ കാരണത്താൽ ബഹുമാനിച്ചുകൊണ്ട് നല്ല വസ്ത്രം ധരിച്ചു, നല്ല ഉടുപ്പ് വീട്ടുകാർക്കും നാട്ടുകാർക്കൊക്കെ ഭക്ഷണം കൊടുത്തു. അതേപോലെ തന്നെ അന്ന് നല്ല ഒരു സന്തോഷത്തോടു കൂടിയുള്ള കാര്യങ്ങൾ ഒരാൾ ചെയ്താൽ അന്ന് അങ്ങനെയുള്ള ഒരു കാര്യം ഒരു മനുഷ്യനെ ചെയ്യുകയാണെങ്കിലോ നബിമാരുടെ കൂടെ ഒന്നാം സ്ഥാനത്തിൽ അവൻ സ്വർഗത്തിലുണ്ടാകുമെന്ന് ബഹുമാനപ്പെട്ട മഅറൂഫുൽ ഖർശി റളിയല്ലാഹു അൻഹു പറയാണ്. അവന് സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനമാണ് അവനിക്ക് ലഭിക്കാൻ പോകുന്നത് എന്ന് മഹാനവരോട് പറയാം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഞാൻ പലപ്പോഴും പറയാറുള്ളത് പോലെ നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന നിസ്കാരങ്ങൾ, നോക്കുന്ന നോക്കുകൾ, ഇതൊന്നും ഒന്നിനിക്ക് അല്ലാഹു തആല സ്വീകരിക്കപ്പെടണമെന്നില്ല. നമ്മൾ ചെയ്യുന്ന മുഴുവൻ സൽക്കർമ്മങ്ങളും കബൂലാക്കുമാറാവട്ടെ. നമ്മൾ തന്നെ ആലോചിക്കുക എത്രമാത്രം ആത്മാർത്ഥതയിലാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. നിസ്കരിക്കുന്ന സമയത്ത് ചില മഹാന്മാർ അവരുടെ ശരീരത്തിലുണ്ടായിരുന്ന അമ്പ് വിരിച്ചൂരിയപ്പോൾ അവർക്ക് അറിഞ്ഞില്ല എന്നാണ്. അതേപോലെ തന്നെ ഒരുപാട് സമയം പലതും ഉണ്ടായിട്ട് പോലും അറിയുക പോലും ചെയ്യാത്ത ഇഖ്ലാസ് നമുക്കാണെങ്കിൽ നിസ്കരിക്കാൻ തുടങ്ങിയാലാണ് കണക്ക് മൊത്തം ഓർമ്മ വരുന്നത്. നമ്മൾ ചെയ്യുന്ന ബിസിനസിന്റെ കണക്ക് മൊത്തം ഓർമ്മ നിസ്കാരത്തിന് കഴിയട്ടെ. എന്തെങ്കിലും ഒരു സാധനം മറന്നുപോയാൽ ഓർമ്മ നിസ്കാരത്തിന് കഴിയട്ടെ. കാരണം ആ സമയത്ത് നമ്മൾ ശൈത്താനെ പിഴപ്പിക്കുകയാണ്, വേറെ സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോവുകയാണ്. അങ്ങനെയുള്ള നിസ്കാരങ്ങളിലൂടെ നമ്മൾ വിജയിക്കുമോ എന്ന് നമ്മൾ പലപ്പോഴായി ആലോചിക്കണം. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനത്തിൽ സന്തോഷിച്ച് പരമാവധി എല്ലാവരും വീട്ടിൽ മൗലിദ് കഴിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നല്ല ഒരു ചടങ്ങാക്കി അവസരമാണ് എന്ന് പറഞ്ഞ ഒരു ചടങ്ങാക്കി മാറ്റുന്നതിന് പുറമെ വീട്ടുകാരെല്ലാവരും ഉമ്മാവും മക്കളും പെൺകുട്ടികളും ആൺകുട്ടികളൊക്കെ ഇരുന്ന് അവർക്ക് സൗകര്യം വേറെ കാണാത്ത സ്ഥലത്ത് ഒരുക്കി, ആണുങ്ങളെല്ലാവരും വീട്ടുകാരെല്ലാവരും ഒരുക്കി നല്ല നിലക്കൊരു മജ്‌ലിസാക്കി എല്ലാവരുടെ വീട്ടിലും മൗലിദ് കഴിക്കാൻ കഴിയുമെങ്കിൽ ഒരു മൈക്ക് സെറ്റൊക്കെ, ചെറിയ തോതിൽ മൈക്ക് സെറ്റൊക്കെ വെച്ച് ഒരു സന്തോഷ പ്രകടനമായിരിക്കണം. അന്ന് എല്ലാ നിലക്കും സന്തോഷം പ്രകടിപ്പിക്കുന്ന ഒന്ന് അന്ന് ഉണ്ടാവണം. നമ്മുടെ നാട്ടിലുള്ള എല്ലാ വീട്ടിലും, ഒരു വീട്ടിൽ പോലും ഒഴിവാകാതെ എത്ര വീടാണോ നമ്മുടെ ഈ നാട്ടിലുള്ളത് എല്ലാ വീട്ടിലും മൗലിദ് കഴിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളെ വിളിക്കാൻ പറ്റില്ല, സാധുമാരെ വിളിക്കണം. അത് നിങ്ങളുടെ ജമാഅത്തിൽ നിന്ന് വേറെ ജമാഅത്താണ് എവിടെ നിന്നാണെങ്കിലും വിളിച്ച് വീട്ടിലൊരു പ്രത്യേകമായ മൗലിദ് എല്ലാവരും കഴിക്കണം. അല്ലാഹു തആല എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. ബഹുമാനപ്പെട്ട സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനത്തിൽ സന്തോഷിച്ച് സ്വർഗം ലഭിക്കുന്ന, നരകത്തിൽ നിന്ന് മോചനം ലഭിക്കുന്ന, വന്നുപോയി
അല്ലാഹു തആല നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹുമ്മ സ്വല്ലി അലാ